ഹായ് ഫ്രണ്ട്സ്, ഈ മഴക്കാലത്ത് നല്ല ചൂടുള്ള കോൺ കഴിക്കാൻ എന്ത് രസമാണല്ലേ. അപ്പോൾ നമുക്കിന്ന് സ്വീറ്റ് കോൺ കൊണ്ടുള്ള കുറച്ച് റെസിപ്പീസ് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോണും അതുപോലെ തന്നെ കോൺ ഓൺ ദ കോബുമാണ്. കോൺ ഓൺ ദ കോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാത്ത ആ സ്റ്റിക്കിൻ്റെ മേലെ തന്നെയുള്ള കോണാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് രണ്ടും വെള്ളത്തിൽ വേവിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ കോണാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ വേവിച്ച് വെച്ച കോണും പെപ്പർ പൗഡറും ഒരു ചെറിയ പീസ് ബട്ടറും ആവശ്യത്തിന് ഉപ്പുമാണ്. ഇങ്ങനത്തെ കോണ് നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്. ഒരു ബൗളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കോണും അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ട് ആ ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. അത്രയേ ഇതിന് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ കോൺ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു കപ്പിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള അടുത്ത 2 ഡിഷസും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് ചില്ലി ചീസ് കോണാണ്. അതിനാവശ്യം നമ്മൾ വേവിച്ച് വെച്ച കോൺ, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ പീസ് ബട്ടർ, ഒരു പച്ചമുളക്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും. ഞാൻ മോസറല്ല ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബട്ടറും ചീസും നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി ചീസ് കോണും റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു കപ്പിലേക്ക് മാറ്റാം. അടുത്തത് മസാല കോണാണ്. അതിനാവശ്യമുള്ളത് വേവിച്ച് വെച്ച കോണ്, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ പീസ് ബട്ടറും ചില്ലി പൗഡറും ചാട്ട് മസാലയും. ചാട്ട് മസാല ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ബൗളിലേക്ക് മാറ്റാം. ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ ഇതിനും ചെയ്യാനുള്ളത്. അപ്പോൾ മസാല കോണും റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു കപ്പിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് കോണാണ്. അതിനാവശ്യം നമ്മൾ വേവിച്ച് വെച്ച കോണ്, കുറച്ച് മുളക് പൊടി, കുറച്ച് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, കൊറിയാണ്ടർ ലീവ്സും ലെമൺ ജ്യൂസും കുറച്ച് ചാട്ട് മസാലയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കോൺ മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി പൗഡറും കോൺഫ്ലോറും സോൾട്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് വല്ലാണ്ട് പൗഡറി ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കോണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോൺ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചാട്ട് മസാലയും കൊറിയാണ്ടർ ലീവ്സും ലെമൺ ജ്യൂസും ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് കോണും ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഡിഷ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രീറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കോണാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കോണ്, ചില്ലി പൗഡർ, ആവശ്യത്തിന് സോൾട്ട്, ചാട്ട് മസാല, പിന്നെ ലെമണിൻ്റെ പീസസും. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിൽ കുറച്ച് മുളക് പൊടി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ ലെമൺ പീസസും മുളക് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് കോണിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. കോണിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് കോണും ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മളിന്ന് 5 വെറൈറ്റി ഡിഷസാണ് കോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഡിഷുകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.